ശബ്ദവാഹിനിയുടെ ശ്രവണ സീമയിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശത്തിലെ എല്ലാം നല്ലവരായ നാട്ടുകാരെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ നേർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ഗ്രാമങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങൾ തോറും ഞങ്ങൾ നടത്തി വരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയും സുവിശേഷ ഘോഷണവുമാണ് ഈ ദേശത്തും എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് നിൽക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിരവധി തവണ ഈ ദേശങ്ങളിൽ വരുവാൻ കർത്താവായ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഈ ദേശത്തിൽ ഒരു ചെറുപ്പക്കാരനായി നിന്നുകൊണ്ട് അനവധി ചെറുപ്പക്കാരെ കൂടെ നിർത്തി ലഹരിക്കെതിരായി നിൽക്കണമെന്നുള്ള ഒരൊറ്റ സന്തോഷത്തിന്റെ ആ അവസ്ഥ ഈ ദേശത്തോടും കൈമാറ്റം ചെയ്യുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ച് ഈ സദ്വർത്തമാനം സന്തോഷ വാർത്തയാണ് ദേശവും എമ്പാടും ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതിന്റെ ഒറ്റ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ദേശം അനുഭവിക്കണം, വ്യക്തിജീവിതങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ഈ ഉച്ചഭാഷണി ഇവിടെ കൊണ്ടുവന്ന് നിന്ന് ഈ ദേശത്തോട് പറയേണ്ടുന്നത് എന്താണ് എന്നുള്ളത് അനുബന്ധവണ ഞങ്ങൾ അറിഞ്ഞ സത്യത്തെ ഉപേക്ഷിച്ചു കളയാതെ ദേശത്തിലെ ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളെ പേർന്ന ഒരു കർത്താവിനെ ദേശത്തും ഉയർത്തുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. മാന്യശ്രോതാക്കളെ, ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെയും അഭിസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അലയൊടിക്കുന്ന ലഹരി എന്ന മാസ്മരിക ആപത്തും വിപത്തുമായി നിൽക്കുന്ന മരണത്തെ തന്നെയാണ്. ഇന്നലെ ഒരു വാർത്ത കേട്ടാണ് ഞങ്ങൾ ഞെട്ടലോട് കാതോർത്തത്. വടക്കെടുത്തുകാവിൽ പഠിക്കുന്ന ഒരു പൈതൽ ഒറ്റ നിമിഷം കൊണ്ട് ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണമെന്ന് ആർക്കും അറിയത്തില്ല. പ്രേമത്തിന്റെ നൈരാശ്യമാണോ, ലഹരിയുടെ അടിമത്വമാണോ, താൻ നേരിടുന്ന പ്രശ്നം ഏതെന്ന് തന്റെ മാതാപിതാക്കൾക്ക് അറിയുകയില്ല. തന്നെ വളർത്തി വലുതാക്കി നാളത്തെ സമൂഹത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യുവാൻ, നല്ല നാടിനു വേണ്ടി ഒരു നല്ല വക്താവായി വളർത്തിയെടുക്കുന്ന ഒരു തലമുറ നിഷ്പ്രയാസം തകർന്നു വീഴുന്നത്, പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷം. ഇപ്പോൾ പറയുമ്പോൾ തന്നെ അനവധി വ്യക്തികൾ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ലഹരിയുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ആർന്നു പോകുമ്പോൾ ആര് സഹായിക്കും, ആരാണ് എന്നെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊന്നും കരകയറുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കുവാൻ പോലും കഴിയാതെ തന്നെ കാർന്നു പിടിക്കുന്ന ഒരു മരണം തന്റെ പിന്നാലെ വരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്റെ ജീവിതം പലപ്പോഴും ഒരു ഹോമിച്ചു കളയുന്നത് പോലെ ലോകത്ത് ഉപേക്ഷിച്ച് താൻ എങ്ങോട്ടോ രക്ഷപ്പെടുന്ന അനവധി വ്യക്തികളെ കാണുവാൻ കഴിയും. എന്നാൽ മാന്യശ്രോതാവെ, മനസ്സിലാക്കുക, എവിടേക്കാണ് രക്ഷപ്പെടുന്നത്? ആരാണ് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നത്? ആരാണ് നിങ്ങളെ വിക്ടറിയിലേക്ക് അടുപ്പിക്കുന്നത്? അനവധി വ്യക്തികൾ രക്ഷയ്ക്ക് വേണ്ടി അനവധി സ്ഥലങ്ങൾ, പുണ്യപുരാതനമായിരിക്കുന്ന ദേവാലയങ്ങളിൽ കയറാറുണ്ട്. അവർ പ്രാർത്ഥനാർപ്പിതങ്ങൾ നടത്താറുണ്ട്. ആരാണ് സഹായിക്കുന്നത്? ആരാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്? ഈ പാപത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ മോചിപ്പിക്കുന്നത് എന്ന് അന്വേഷിച്ച് ദിനം തോറും നടക്കുന്ന അനവധി വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയുന്ന ഒരു സുവിശേഷമുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ കർത്താവായ യേശുവിനെ വിശ്വസിച്ചാലേ മതിയാകുകയുള്ളൂ. ആരാണ് യേശു കർത്താവ്? എന്തിനാണ് യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്? യേശുവിനൊരു സൗഖ്യം നൽകുവാൻ കഴിയുമോ? എന്റെ ജീവിതത്തിനൊരു മാറ്റം നൽകുവാൻ കഴിയുമോ? ലഹരിയുടെ അടിമയിൽ ആർന്നു പോയെന്നാലും ഞങ്ങളെ അതിൽ നിന്ന് കരകയറ്റുവാൻ യേശുവിന് കഴിയുമോ? ഇത് ഞങ്ങൾ വിളിച്ചു പറയട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാർ പലപ്പോഴും ലഹരിക്ക് അടിമകളായിരുന്നു. അവരുടെ ജീവിതം എന്നോ പൊലിഞ്ഞു പോകേണ്ടുന്നതായിരുന്നു. ആരോ അവരുടെ ജീവനെ കാർന്നു തിന്നേണ്ടുന്നതായിരുന്നു.
എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ ക്രിസ്തുവിലേക്ക് നയിച്ച് നിത്യതയെന്നൊരു ലക്ഷ്യമാക്കി തന്ന ഒരു നസ്രയനായ യേശുവുണ്ട്. ആ യേശുവിനെയാണ് ഈ ദേശത്തും ഞങ്ങൾ ഉയർത്തുന്നത്. മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ നാമമാണ്. ആ ദേശത്തിൽ വന്ന് ഈ ദേശത്തിൽ വന്ന് പലപ്പോഴും ഞങ്ങളുടെ സൗകര്യം അനുസരിച്ചല്ല, ഞങ്ങൾക്ക് അനവധി ജോലികൾ നേടാമായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി പണമുണ്ടാക്കാമായിരുന്നു. എന്നാൽ നശിച്ചു പോകുന്ന ഒരു തലമുറ നിത്യതയിലേക്ക് നയിക്കുവാൻ, രക്ഷപ്പെടുവാൻ അവരെയും കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ. അത് നസ്രയനായ യേശു ഞങ്ങളിൽ പകർന്ന സന്തോഷമാണ്. ആ സന്തോഷമാണ് ഈ ദേശത്ത് ഞങ്ങൾ അത്യുച്ചസ്ഥലം വിളിച്ചു പറയുന്നത്. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? യേശുവിൽ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? ഒരു ഹൈന്ദവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം, നിത്യമായി നിൽക്കുന്ന ആ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ താൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഇങ്ങനെയാ: താൻ പിന്നീട് ജനിക്കും, പുനർജന്മത്തെ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നത്? പലപ്പോഴും ഗ്രന്ഥങ്ങൾക്ക് അതിൻ്റെതായ ഉത്തരം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. പല ഗ്രന്ഥങ്ങളും എടുത്ത് പഠിച്ചു നോക്കി, ആരാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതെന്ന്. 3000 മുട്ട്കോടി ദൈവങ്ങളുടെ പിന്നാലെ പോയി ആരാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ ലോകം എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ 3 തരം വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിയും. ഒന്ന് മോണോത്തിസം എന്നാണ് പറയുന്നത്, ഏകദൈവ വിശ്വാസി എന്നാണ് അതിന്റെ അർത്ഥം, ഒറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പോളിത്തിസം എന്നാണ്, അനവധി ദൈവദികളിൽ വിശ്വസിക്കുന്ന വ്യക്തി. അടുത്ത വ്യക്തി ഏത്തിസ്റ്റ് ആണ്, ഒരു ദൈവവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി. പല ദൈവങ്ങളുടെ പിന്നാലെ പോയ അനവധി വ്യക്തികളെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ആ ദൈവങ്ങളുടെ പിന്നാലെ പോയിട്ട് കുടുംബത്തിന്റെ അധപ്പതനമല്ലാതെ പിന്നെ ഒന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അലമുറയിട്ട് കരയുന്ന അനവധി മാതാപിതാക്കളെ ഞാൻ ദർശിച്ചിട്ടുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദിയോട് ഞാൻ ചോദിച്ചിട്ടുള്ളപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാ: ദൈവമില്ല എന്നേ. സയൻസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഈ ഭൂമി ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിൽ കൂടെയാണ്. അതിന് ബിഗ് ബാങ് തിയറി എന്നാണ് പറയുന്നത്. പൊട്ടിത്തെറിയിൽ കൂടെ ഉണ്ടായി. എന്നാൽ അനവധി ഗ്രന്ഥങ്ങൾ അതിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ വചനം പറയുന്നത് പ്രകാരമാ: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നാം ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് അനവധി ദൈവങ്ങൾ കൂടിച്ചേർന്നുണ്ടാക്കിയതല്ല മനുഷ്യനെ. ഏകാധിപത്യമുള്ള ഒരു ദൈവം ഉണ്ടാക്കിയതാണ് മനുഷ്യനെ. ആ ദൈവത്തിന്റെ ഘടനകൾ എന്നതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് നൽകി തന്നത് നമ്മൾ ദിനം തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപത്തിന്റെ ചിന്തകൾ ഉള്ളിൽ വരുമ്പോൾ, പാപത്തിന്റെ പ്രവൃത്തികളിലേക്ക് നാം കൈയെത്തി പിടിക്കുവാൻ നോക്കുമ്പോൾ, ഒരു ദിവസം പോലും നാം യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്നില്ലല്ലോ എന്ന് കണ്ട് നസ്രയനായ യേശു ഈ ലോകത്തിൽ അവതരിച്ചത് നമ്മുടെ പാപത്തിന്റെ പങ്കുരത്തിൽ കിടക്കുന്ന നമ്മളെ ഉയർത്തിയെടുത്ത് നിത്യതയെങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനാന്നുള്ളത്. ആ മർമ്മം തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ കാണുന്നത്. ആ വ്യക്തി ക്രിസ്തുവിനെ കാണുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനൊരു മാറ്റം വരുവാനിടയാകും. എന്ത് മാറ്റമാണ് വരുന്നത്? ലൗകിക ജീവിതത്തിൽ അർപ്പിതം ചെയ്യുവാനുള്ളതല്ല തന്റെ ജീവിതമെന്ന്. ലോകത്തിന്റെ പല പോലീസിന്റെ മുൻപിൽ, പല രാഷ്ട്രീയ നേതാക്കളുടെ മുൻപിൽ കൊടി പിടിച്ച് നടക്കേണ്ടുന്നതല്ല ഈ ജീവിതം എന്നുള്ളത്. ദൈനംദിനം പെരുകി വരുന്ന പാപത്തിന്റെ പിന്നിലൂടെ ഓടേണ്ടുന്നതല്ല തന്റെ ജീവിതമെന്ന് താൻ തിരിച്ചറിയുന്ന ആ നിമിഷം, തനിക്ക് വേണ്ടി എങ്ങോ ആരോ മരിച്ചു. ആരാണ് എനിക്ക് വേണ്ടി മരിക്കുന്നത്? എന്റെ പാപത്തിന് വേണ്ടി, ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് വേണ്ടി ആരാണ് മരിക്കുന്നത്? 2024 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ജനിച്ച ഒരു കുഞ്ഞ്
സന്തോഷത്തോടെ നമ്മൾ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് കൊണ്ടാടാറുള്ളവരാണ്. തിരിച്ചറിയുക, യേശുക്രിസ്തുവിന്റെ ജനനം പോലും അത്ഭുത പിറവികളായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം പോലും അത്ഭുതത്തിന്റെ ഒരു പരമ്പര തന്നെയായിരുന്നു. ഒരു മനുഷ്യനെ എങ്ങനെ നീതീകരിക്കണമോ, എങ്ങനെ നീതി ചൂണ്ടിക്കാണിക്കണമോ, ഒരു കോടതിയിലും ഒരു തെറ്റും കാണാത്ത യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ, ഇല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുവാൻ അനവധി വ്യക്തികൾ നോക്കി നിൽക്കുമ്പോൾ ക്രൂശീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു നല്ല നസ്രയനെ ഈ ദേശത്തും ഞങ്ങൾ അത്യുച്ചസ്വരം വിളിച്ചു പറയുന്നു. ആ യേശുവിൽ കൂടെയാണ് രക്ഷയുള്ളത്. യേശുവിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്ന അനവധി വ്യക്തികൾ ഈ കേരളക്കരയിലുണ്ട്. അനവധി വ്യക്തികൾ ഈ ദേശത്തുണ്ട്. എന്തുകൊണ്ടാണ്? യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ലഹരിയുടെ അടിമത്തത്തിലായിരുന്നാലും അതിൽ നിന്ന് മോചനം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. പാലസ്തീന്റെ പച്ചമണ്ണിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പീലാത്തോസും തന്റെ പടയാളികളും ആലോചന കൂട്ടുമ്പോഴും മാറി മാറി 7 കോടതികൾ വിസ്തരിക്കുമ്പോഴും ഒരു തെറ്റുപോലും യേശുക്രിസ്തുവിൽ ചൂണ്ടിക്കാണിക്കുവാൻ അവർക്കില്ലായിരുന്നു. എന്നിട്ടും യേശു തന്റെ മരണത്തെ അർപ്പിതം ചെയ്തത്, ഇന്ന് ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. കൺപാപം നാകൊണ്ട് നാം ചെയ്യുന്നത് പറയുന്നത് അറിയാതെ പോലും നമ്മുടെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നത്, ഒരു കള്ളനെ പോലെ നാം പിൻപറ്റുന്നത്, നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയർന്നു പിടിക്കുന്നത്, അങ്ങനെ അനവധി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അതിന്റെ കണ്ണികകളുണ്ട്. ഈ പാപത്തെ പോലും പച്ചവെള്ളം പോലെ അരച്ചു കുടിച്ച് കൽവറി ക്രൂശിലേക്ക് കരയേറിപ്പോയ ഒരു നസ്രയനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാ കൽവറി ക്രൂശിലേക്ക് നോക്കിക്കേ, തന്റെ മാതാവ് തന്നോടുകൂടെയുണ്ട്. അപ്പോഴും താൻ പറയുന്ന ഒരു ശ്രദ്ധേയമായ പദം ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവി. പലപ്പോഴും ഈ ദേശത്തോട് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും മക്കൾക്ക് വേണ്ടി ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, എന്റെ മകൻ ഇങ്ങനെ തെറ്റിലേക്ക് അകപ്പെട്ടു പോയി, എന്റെ മകനെ ഞാൻ കണ്ടതാണ് കള്ളനെ പോലെ കൊണ്ടുപോകുന്നത്. അനവധി പരീക്ഷകൾ നേരിടുമ്പോഴും ഏതെങ്കിലും ദൈവദേവന്മാരിൽ നിങ്ങൾ ആശ്രയം ആരെയാണ് വിശ്വസിക്കേണ്ടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദേശനിവാസികളോട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ നസ്രയനായ യേശുക്രിസ്തുവിനെയാണ്. നിങ്ങളുടെ പാപം ഏതായിരുന്നാലും, നിങ്ങളുടെ വിഷയം ഏതായിരുന്നാലും, നിങ്ങൾ കരയുന്ന അവസ്ഥകൾ ഏതായിരുന്നാലും, ആ നസ്രയനായ യേശുവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൈമാറ്റം ചെയ്യുവാൻ തയ്യാറാണോ? അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുവാനിടയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക, ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു എങ്കിൽ അമ്പലങ്ങൾ തോറും പള്ളികൾ തോറും യാത്ര ചെയ്ത് മോക്ഷത്തിനു വേണ്ടി അലയുകയല്ലേ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ നല്ല നസ്രയനെ ഒന്ന് ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ, ഞങ്ങൾ ഇതിന്റെ ഉച്ചഭാഷണി ഇവിടെ നിർത്തിയതിനു ശേഷം മറ്റു യാത്രകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെയും ദേശം തോറും വിളിച്ചു പറയുന്നത് ഈ നല്ല നസ്രയനെയാണ്. ലഹരിക്ക് നൽകുവാൻ കഴിയാത്ത സ്വാതന്ത്ര്യം, ലഹരിക്ക് നൽകുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങൾ ഈ യേശുക്രിസ്തുവിൽ കണ്ടെത്തി. നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളെ ദർശിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത് ഇങ്ങനെയാ, ചെറുപ്പക്കാർ ഞങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നല്ല ജോലി ഞങ്ങൾക്കുണ്ടായിരുന്നു, നല്ല സമ്പത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു, നല്ല കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരനെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ദേശത്തേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഈ ദേശത്തേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. പലയിടങ്ങളിലും തന്റെ മാതാപിതാക്കളെ പലപ്പോഴും ക്രൂരമായി മർദ്ദിക്കുന്ന അനവധി വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
താൻ ചെയ്യുന്നത് ഒരിക്കലും സുബോധത്തിലല്ല. തന്നെ പിൻപറ്റുന്ന ഒരു ലഹരിയുടെ പദാർത്ഥങ്ങളുണ്ട്. അതിന്റെ മാസ്മരിക ലോകത്തിൽ അകന്നുപോയിട്ടുള്ള അനവധി തലമുറകളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. എന്നാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ ദൈവവിശ്വാസികളോടും ഞങ്ങൾ അത്യുച്ഛ്വസനം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു നല്ല സ്ഥലമുണ്ട്. അതിനെ പറയുന്നതാണ് നിത്യത. അനന്തമായി നിൽക്കുന്ന സ്ഥലം, നിത്യമായി നിൽക്കുന്ന സ്ഥലം. ഈ നിത്യതയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയാതെ പോകുവാൻ കഴിയത്തില്ല. ആ നല്ല നസ്രയനെ ഹൃദയത്തിൽ സ്വാഗതം ചെയ്താലേ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വചനം പറയുന്നുണ്ട്. ആ ജീവിതം നിത്യമായി ജീവിക്കണമെങ്കിൽ, കർത്താവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇപ്രകാരമായിരിക്കണം: ഞാൻ എന്റെ യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യും. യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്താൽ മാത്രമേ ആ നിത്യത കരസ്ഥമാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ യേശു ക്രിസ്തുവിനെ കരസ്ഥമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കി, ദൈനംദിന ജീവിതത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് നിത്യമായ സമാധാനം അതരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടും. ഏതവസ്ഥയായിരിക്കോട്ടെ, കടഭാരമാണോ ആയിക്കോട്ടെ, രോഗത്തിന്റെ കണികകളാണോ ആയിക്കോട്ടെ, ഏതായിരുന്നാലും അതിൽ നിന്ന് മോചനം നൽകുന്ന ഒരു നല്ല നസ്രായനെയാണ് ഈ ദേശത്തും ഞങ്ങൾ ഉയർത്തുന്നത്. ആ നസ്രായന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശുവിൽ മാത്രം വിശ്വസിക്കുന്നു എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയുടെ അവസരം നമ്മളിൽ നിന്ന് നഷ്ടപ്പോകാതെ വേണം. ഇന്നത്തെ ദിവസം എനിക്ക് അത് കേട്ടത് വളരെ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിൽ അശിഷ്യമാരികൾ പകർന്നു തന്ന കർത്താവായ ഉടയവൻ നിങ്ങളെ അതിഭദ്രമായി കാത്തുപരിപാലിക്കട്ടെ എന്നുള്ള ആഹ്വാനം ചെയ്ത് സശ്രദ്ധം ശ്രമിച്ച എല്ലാവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തി മൈക്ക് കൈമാറുന്നു. ദൈവം എവരെ അനുഗ്രഹിക്കുമാറാണ്.